ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു അപ്ഡേറ്റ് സൈലന്റ് ആയി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് യൂട്യൂബ് ഒരു അപ്ഡേറ്റ് തരുമ്പോൾ അതിന് യൂട്യൂബ് തന്നെ ഒരു ഹൈപ്പൊക്കെ നൽകിയിട്ടാണ് ആദ്യം നമുക്ക് അപ്ഡേറ്റ് തരില്ല. ഈ ഡേറ്റിന് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് യൂട്യൂബ് നമുക്ക് അപ്ഡേറ്റുകൾ തരല്. എന്നാൽ ഹൈപ്പ് ഒന്നും ഇല്ലാതെ വന്ന ഒരു അപ്ഡേറ്റ് ആണ് ഹൈപ്പ് എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും പലപ്പോഴും ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ട് ഏകദേശം ഒരാഴ്ചയോളമായി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഭവം. ആരും അങ്ങനെ ക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഇങ്ങനെ ചെറിയ ക്രിയേറ്റർമാരെ പൊന്തിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഈ ഒരു ഹൈപ്പ് എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേറ്റ് യൂട്യൂബിൽ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് ഹൈപ്പ് എന്ന് പറയുന്നത്. കമന്റ് സെക്ഷനിലാണ് ഹൈപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. ഇനി മുതൽ നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്ക് ലൈക്ക് ചെയ്യൂ, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയാറുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരുപക്ഷെ നിങ്ങൾ ഇനി എനിക്ക് ഹൈപ്പ് ചെയ്യൂ എന്ന് കൂടെ പറയേണ്ടി വരും. അത്തരത്തിൽ ഒരു മൂന്നാമതൊരു ഓപ്ഷൻ കൂടെ വന്നു എന്നുള്ളതാണ്. എന്താണ് ഈ ഹൈപ്പ് എന്നുള്ളത്? നമുക്ക് ആദ്യം തന്നെ ഹൈപ്പ് എന്നുള്ള വാക്കിന്റെ ഒരു അർത്ഥം തന്നെ നോക്കാം. പ്രചാരം എന്നാണ് ഹൈപ്പ്. ഉയർന്ന പ്രചാരം എന്നാണ്. കാരണം ഒരു സിനിമ വരുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ലാലേട്ടന്റെ സിനിമ ഒക്കെ വരുമ്പോൾ എക്സ്പെഷ്യലി ഭയങ്കര ഹൈപ്പായിരിക്കും എന്ന് നമ്മൾ പറയാറില്ലേ? അതേപോലെ ഭയങ്കര പ്രതീക്ഷയായിരിക്കും. അപ്പൊ പ്രതീക്ഷയുള്ള വീഡിയോ, പ്രചാരമുള്ള വീഡിയോ എന്നുള്ള ഒരു അർത്ഥം വരുന്നതാണ് ഹൈപ്പ്. അപ്പൊ നമ്മളൊരു വീഡിയോക്ക് ഹൈപ്പ് എന്നുള്ള ഒരു ബട്ടൺ അമർത്തും, അതിനർത്ഥം ഇത് നല്ല കിടിലൻ വീഡിയോ ആണ്, ഭയങ്കര പ്രതീക്ഷയുള്ള വീഡിയോസ് ആണ് എന്ന് പ്രേക്ഷകരോട് പറയുകയാണ്. അപ്പൊ അങ്ങനെ ഹൈപ്പിന്റെ പോയിന്റുകൾ നമ്മൾ ഇങ്ങനെ ഓരോരുത്തരും ഹൈപ്പ് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഹൈപ്പ് ടാബിലേക്ക് ഈ ഒരു വീഡിയോ, കൂടുതൽ ഹൈപ്പ് കിട്ടിയ വീഡിയോ ലിസ്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ അത്തരം വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ചാൻസസ് ഉണ്ട് എന്നാണ് ഈ ഹൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ ആർക്കൊക്കെയാണ് എന്നുള്ളത് 500 സബ്സ്ക്രൈബേഴ്സിനും 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനും ഇടയിലുള്ളവർക്ക് മാത്രമേ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ടാകൂ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ചെറിയ ക്രിയേറ്റർമാരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പൊ ചെറിയ ക്രിയേറ്റർമാർ എന്ന് പറയുന്നത് ഈ 5 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് ഈ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, ആർക്കൊക്കെ ഹൈപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മളിപ്പോ പറഞ്ഞു. ഇനി ഹൈപ്പ് കിട്ടാൻ എന്താണ് വേണ്ടത് എന്നുള്ളത് അവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഹൈപ്പ് ആർക്കൊക്കെ കിട്ടും എന്നുള്ളത് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഉള്ളവർക്ക് മാത്രമേ നിലവിൽ ഹൈപ്പ് കിട്ടാൻ വകുപ്പുള്ളൂ. കാരണം യൂട്യൂബിന്റെ റൂൾസ് ആണ്, ചിലപ്പോൾ മാറിയും മറഞ്ഞും ഇരിക്കും എന്നുള്ളതാണ്. ഇനി ആർക്കൊക്കെ ഹൈപ്പ് കിട്ടും എന്ന് നമുക്ക് നോക്കാം. സ്വാഭാവികമായിട്ടും മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കഴിഞ്ഞവർക്ക് മാത്രമേ ഇപ്പോൾ നിലവിൽ ഹൈപ്പ് കിട്ടുന്നുള്ളൂ. ഒരുപക്ഷെ മാറിയേക്കാം, യൂട്യൂബ് റൂൾസുകളാണ്. കാരണം കമന്റ്, ലൈക്ക് എന്ന് പറയപ്പെടുന്നത് പോലെ ഹൈപ്പും പ്രധാനപ്പെട്ട ഒരു സംഭവത്തിലേക്ക് മാറുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കിട്ടും. ഇപ്പൊ യൂട്യൂബ് പറയുന്നത് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കഴിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് 3000 മണിക്കൂർ ആയവർക്കും അല്ലെങ്കിൽ 3 മില്യൺസ് ആയവർക്കും 4000 മണിക്കൂർ തികഞ്ഞവർക്കും മോണിറ്റൈസേഷൻ ഉള്ളവർക്കൊക്കെ ഹൈപ്പ് കിട്ടും എന്നുള്ളതാണ് നിലവിൽ. ഓക്കെ, ഇനി ആഴ്ചയിൽ 3 ഹൈപ്പ് വരെയാണ് നമുക്ക് യൂട്യൂബ് ഒരു പ്രേക്ഷകന്, ഒരു വ്യൂവർക്ക് കൊടുക്കുന്നത്. ആ വ്യൂവർക്ക് ആ 3 ഹൈപ്പ് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം എന്നുള്ളതാണ്. ഇനി അതിന്റെ അടിയിൽ മറ്റൊരു കാര്യം കൂടെ യൂട്യൂബ് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇനി മുതൽ ഹൈപ്പ് ക്യാഷ് കൊടുത്ത് മേടിക്കാം. അതായത് നിങ്ങൾക്ക് കുറച്ച് ഹൈപ്പ് ഇങ്ങോട്ട് ക്യാഷ് കൊടുത്ത് മേടിച്ചിട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ കൊടുക്കാം എന്നുള്ളതാണ് യൂട്യൂബ് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു കാര്യം യൂട്യൂബ് പറഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും നിലവിൽ അത് ഹൈപ്പ് ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ ഹൈപ്പ് ക്യാഷ് കൊടുത്ത് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ യൂട്യൂബിൽ ഇപ്പോൾ ലഭ്യമല്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഒരു ഓപ്ഷൻ ഇന്ത്യ അടക്കം ഒരു 19 രാജ്യങ്ങളിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ യൂട്യൂബ് ഇട്ടിട്ടുള്ളൂ എന്നുള്ളതും കൂടെ വളരെയധികം ശ്രദ്ധേയമാണ്. ഇനി ഹൈപ്പ് നമുക്ക് കിട്ടുന്നതിലൂടെ ഉള്ള ഉപയോഗം എന്താണ്, അത് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയാൽ ഉള്ള ഉപയോഗം എന്താണ് എന്നുള്ളതാണ്. നമുക്കൊരു യൂട്യൂബറെ ഇങ്ങനെ പൊന്തിച്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈപ്പ് നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങി അവനക്ക് അങ്ങനെ എല്ലാ വീഡിയോസിനും ഹൈപ്പ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഉപകാരം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപകാരം ഒന്നുമില്ല. ഇപ്പോൾ ഹൈപ്പ് ക്യാഷ് കൊടുത്ത് വാങ്ങിയ വ്യക്തിക്ക് ആ ഒരു ചാനലുകാരൻ നോട്ടീസ് ചെയ്യപ്പെടും എന്നുള്ളത് ഒഴിച്ച് ബാക്കി സാമ്പത്തികമായിട്ടുള്ള ഒരു ലാഭവും ഇല്ല എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഹൈപ്പ് കിട്ടിയവനക്ക്, ഹൈപ്പ് ഒരുപാട് കിട്ടിയവനക്ക് എന്താ, അവരുടെ ചാനൽ സെർച്ചിങ് ബാറിലേക്കൊന്നും നിങ്ങളെ ചാനൽ ഈ ഹൈപ്പ് കൂടുതൽ കിട്ടിയത് കൊണ്ട് പോകും എന്ന് എവിടെയും പറയുന്നില്ല. കൂടുതൽ റീച്ച് ആവാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഹൈപ്പ് ടാബിലേക്ക് പോകുന്നു, അവിടെ നോട്ടീസ് ചെയ്യപ്പെടുന്നു നിങ്ങളുടേത് കൂടുതൽ പേര്, അതുമൂലം ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട് എന്നാണ് യൂട്യൂബ് പറയുന്നത്. ചിലപ്പോൾ നല്ല കാണാൻ സാധ്യതയുണ്ട് എന്നാണ് യൂട്യൂബ് പറയുന്നത്. ഇനി ഒരു പക്ഷേ ഭാവിയിൽ നിലവിൽ ഒരു പക്ഷേ ക്യാഷ് കൊടുത്ത് നിങ്ങൾ ഹൈപ്പ് മേടിച്ചു കഴിഞ്ഞാൽ
എന്തായിരിക്കും അവസ്ഥ, നിങ്ങൾ കൊടുക്കുന്ന ക്യാഷിന്റെ ഒരു വിഹിതം യൂട്യൂബർക്ക് കിട്ടുമോ എന്നുള്ളതാണ്. അതായത് നമുക്ക് ഹൈപ്പ്, ഒരാൾ ക്യാഷ് മേടിച്ച് തന്ന ഹൈപ്പ് നമുക്ക് തരുമ്പോൾ അയാൾ മേടിച്ച പൈസയുടെ ഒരു കമ്മീഷൻ നമുക്ക് കിട്ടുമോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ചും വ്യക്തമല്ല. ഒരു പക്ഷേ നമ്മൾ ഈ ലൈവ് സ്റ്റിക്കേഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത് പോലെ ഒരു പക്ഷെ അതിന്റെ ഒരു ചെറിയ വിഹിതം ഒരു പക്ഷെ കിട്ടിയേക്കാം. കിട്ടുമെന്നോ കിട്ടില്ല എന്നോ യൂട്യൂബ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ഇതുവരെക്കും യൂട്യൂബ് പർച്ചേസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ വരെ തന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സുമായ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു തന്നു. മാത്രവുമല്ല ഇത് വലിയ ക്രിയേറ്റർമാർക്ക് വലിയൊരു ഉപയോഗം ഉണ്ടോ എന്നറിയില്ല. ഫ്യൂച്ചറിൽ ഇതിന്റെ ഡിമെറിറ്റ്സ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ദോഷങ്ങൾ എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത് പർച്ചേസ് ചെയ്താൽ, പർച്ചേസിങ് ഒരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ചില ചാനലുകൾ ചില വീഡിയോസുകൾ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി സ്വന്തമായിട്ട് പർച്ചേസിങ്ങും സ്വന്തമായിട്ട് കണ്ടന്റ്, അതായത് വാല്യൂ ഇല്ലാത്ത കണ്ടന്റ് ഒക്കെ ആളുകൾ വെറുതെ ഹൈപ്പൊക്കെ കൊടുത്ത് മുകളിലേക്ക് കൊണ്ടുവരും എന്നുള്ളതും, അതേപോലെ തന്നെ അമിതമായിട്ട് പൈസ ചെലവാക്കിയിട്ട് ആളുകൾ ഈ ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഫ്യൂച്ചറിൽ അത്തരം ദോഷങ്ങളൊക്കെ വരാം എന്നതൊഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വലിയ ക്രിയേറ്റർമാർക്ക് വലിയ ഉപയോഗമില്ല എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ദോഷങ്ങൾ എന്ന് പറയുന്നത്. ഗുണങ്ങൾ ആണ് കൂടുതലും. ഞാൻ മുകളിൽ പറഞ്ഞ പോലെ വലിയ ഒച്ചയോ ബഹളമോ ഒന്നും ഇല്ലാതെ തുടരും എന്ന മോഹൻലാലിന്റെ സിനിമ വന്ന പോലെ വന്ന ഒരു അപ്ഡേറ്റ് ആണ് ഈ ഹൈപ്പ് എന്ന് പറയുന്നത്. തുടരും എന്ന സിനിമ പോലെ തന്നെ ഈ ഒരു ഹൈപ്പും അതേ ഒരു ലെവലിലേക്ക് നീങ്ങട്ടെ എന്ന് ഞാൻ പറയുന്നു. പ്രിയപ്പെട്ടവർ, അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഹൈപ്പിന്റെ ഈ ഒരു കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വീഡിയോസിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ എങ്ങനെയാണ് ഹൈപ്പ് ചെയ്യുക എന്ന് നോക്കാം കേട്ടോ. നമുക്ക് ഞാനിവിടെ AVS യൂട്യൂബ് ടിപ്സിൻ്റെ ഒരു വീഡിയോസ് എടുത്തിട്ടുണ്ട്. അവരുടെ കമൻറ്റ് സെക്ഷനിലേക്ക് നമ്മൾ പോവുക. അപ്പോൾ അവിടെ മുകളിലായി നിങ്ങൾക്ക് 2 ഡോട്ട് കാണാൻ കഴിയും. ഓക്കെ, ഒരു ഡോട്ട് ഇവൻ കമൻറ്റ് ബോക്സ് എടുത്ത് ഒരു ഡോട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും ആക്കിയാൽ കണ്ടില്ലേ. നമുക്ക് കുറച്ച് ഒന്ന് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഹൈപ്പ് എന്നുള്ള ബട്ടൺ അമർത്തുക. അപ്പോൾ അവരുടെ വീഡിയോ ഹൈപ്പ് ചെയ്തതാണെന്നുള്ളത് കാണാം. മുകളിൽ ഒരു ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൻ്റെ മുകളിൽ നിൽക്കുക ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അവിടെ ഒരു എത്ര പോയിന്റ് ആയി എന്നുള്ളതൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. ലീഡർ ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അവിടെ നിങ്ങൾ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ ഒരു ഹൈപ്പ് ലൈബ്രറിയിലേക്ക് വന്നിട്ടുള്ള കുറേ വീഡിയോസുകൾ. അതിൻ്റെ ഓരോരോ കാറ്റഗറീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടും. ഓക്കെ, ഇവിടെ വ്ളോഗ്സിൻ്റെതും ഫിലിംസിൻ്റെത്, അതുപോലെ തന്നെ ഗെയിമിങ്, സ്പോർട്സ്, ആനിമൽസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാടുണ്ട്. ഈ ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, പലർക്കും അറിയില്ല. പക്ഷെ നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ എന്നോട് ഇങ്ങനെ ഗ്രൂപ്പുകളിലായാലും നമുക്ക് മെസ്സേജ് വരുന്നതിലൊക്കെ ഇവർ നമ്മളോട് പറയുന്നുണ്ട്, ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ലൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ഹൈപ്പ് ചെയ്തിട്ടുണ്ടോ കേട്ടോ എന്നൊക്കെ. അപ്പോൾ പലർക്കും ഇതറിയാം എന്നുള്ളതാണ്. എങ്കിലും ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന മറ്റൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.